ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഗോതമ്പ് മുട്ടപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മുട്ടപ്പുട്ടിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു പുട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ ഗോതമ്പ് പുട്ട് ദിവസം മുഴുവനും സോഫ്റ്റായിട്ടിരിക്കാനുള്ള ടിപ്സും ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അല്പം എരിവുള്ള ഈ ഒരു ഗോതമ്പ് മുട്ടപ്പുട്ട് കഴിക്കാനായിട്ട് യാതൊരു കറിയുടെയും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ രാവിലത്തെ നമ്മുടെ ജോലി എളുപ്പമാകും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഈ ഗോതമ്പ് പൊടി ഒന്ന് വറുത്തെടുക്കാം. തീ വളരെ കുറച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. പൊടി ഒട്ടും കരിഞ്ഞു പോകാനൊന്നും പാടില്ല. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ പൊടിയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആകുന്നത് വരെ മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ആ ഒരു സമയമാകുമ്പോഴേക്കും നല്ലൊരു മണം വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. പൊടിയുടെ കളറും ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അതേപോലെ നല്ലൊരു മണവും വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് മതി. ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് പോകാനായിട്ട് ഇവിടെ മാറ്റി വെക്കാം. ഈ സമയത്ത് ഞാൻ ഇതിൻ്റെ മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കുകയാണ്. മുട്ടപ്പുട്ടാണല്ലോ, അപ്പോൾ മുട്ട വെച്ചിട്ടുള്ള ഒരു മസാലയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് 4 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 or 5 മുട്ട നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. അതായത് നമ്മുടെ പുട്ടിന് എത്രത്തോളം മസാല വേണോ അത്രത്തോളം മുട്ട നിങ്ങൾക്ക് വേണമെങ്കിൽ 3 മുട്ട എടുക്കാം, അല്ലെങ്കിൽ 5 മുട്ട എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ സവാള 1/4 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 3 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം എരിവുണ്ടാവും. അപ്പോൾ എരിവ് ഇത്ര വേണ്ടാന്നാണെങ്കിൽ പച്ചമുളക് കുറച്ച് ചേർത്താൽ മതി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് കൂടി 1/4 ടീസ്പൂൺ കടുക് കൂടി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇങ്ങനെ ചിക്കി ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ ഒന്ന് ചിക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ ഡ്രൈ ആയി വരുമ്പോൾ പൊടി പൊടിയായിട്ട് കിട്ടും. അതുവരേക്ക് നമുക്കിത് നല്ലതുപോലെ ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആ സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ പൊടി പൊടിയായി കിട്ടും. ഈ സമയത്ത് ഞാനിതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള ചെറുകി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ചൂട് പോകാനായിട്ട് ഇവിടെ മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ ഗോതമ്പ് പൊടി ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമ്മൾ സാധാരണ പുട്ടുപൊടിക്ക് എങ്ങനെയാണോ നനച്ചെടുക്കാറുള്ളത് അതുപോലെ തന്നെ ഒന്ന് നനച്ചെടുക്കാം. ഗോതമ്പ് പൊടി ഇതുപോലെ വറുത്തതിന് ശേഷം നനച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് കട്ട കെട്ടുമൊന്നുമില്ല. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കിങ്ങനെ പൊടി നനച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് നനച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ പൊടി നനച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നമുക്കിങ്ങനെ കയ്യിൽ പിടിക്കാനും പറ്റണം. അതേസമയത്ത് പൊടി നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ പൊടിഞ്ഞും പോകണം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ പൊടി നനച്ചെടുക്കാനായിട്ട്. അതിനുശേഷം മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടി നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 2 കപ്പ് ഗോതമ്പ് പൊടിയാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത്. പകുതിയാണ് ഞാൻ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുന്നത്. അതിനുശേഷം ബാക്കി പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പുട്ടുപൊടി എക്സ്ട്രാ സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റും ഉണ്ടാവും പുട്ട്. അപ്പോൾ ഇതാണ് മെയിൻ ടിപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ഗോതമ്പ് പുട്ടിന് മാത്രമല്ല കേട്ടോ, ഏത് പുട്ടിനാണെങ്കിലും ഇതുപോലെ നെയ്യ് ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിവിടെ ഒന്ന് ഫസ്റ്റ് ബാച്ച് ഇവിടെ ഞാൻ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ടിയൊക്കെ ഒന്ന് പൊക്കി കൊടുക്കാം. കട്ടിയൊന്നുമില്ല, ഇത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തപ്പോൾ ഉണ്ടായതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള പൊടിയാണ്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കിയെടുക്കാം. അതും മിക്സിയുടെ ജാറിലിട്ടിട്ട് ആവശ്യത്തിന് നെയ്യ് കൂടി ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓയിലോ ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അങ്ങനെ ഒത്തിരി സമയം ഇട്ടിട്ട് കറക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ ഇതും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലുള്ള കുഞ്ഞു കുഞ്ഞു കട്ടകളൊക്കെ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടിയാണ്. ഈ പുട്ടുപൊടി തന്നെ നല്ല മണമാണ് ഇപ്പോൾ നെയ്യൊക്കെ ചേർത്തത് കാരണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ് മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. ഈ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, ഇതിപ്പോൾ നല്ലതുപോലെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇതുപോലെ ചൂടൊക്കെ നല്ലതുപോലെ പോയതിന് ശേഷം മാത്രം വേണം നമ്മുടെ പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്.
ചൂടോടുകൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ പൊടി ഒന്ന് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് നുറുക്കിയിട്ടുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി പ്രസ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്യരുത്. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. എല്ലാം ഒന്ന് യോജിച്ച് കിട്ടിയാൽ മാത്രം മതി. അങ്ങനെ ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ എങ്ങനെയാണോ പുട്ടുണ്ടാക്കുന്നത് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാനിവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള പുട്ടുകുറ്റിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിരട്ടപ്പുട്ടിൻ്റെ മോൾഡ് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം പൊടി ഇട്ട് കൊടുക്കാം. ഞാനിത് 2 പീസായിട്ടല്ല ചെയ്യുന്നത്, 1 പീസായിട്ടുള്ള പുട്ടായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് മുഴുവനായിട്ട് പൊടി ഇട്ടതിന് ശേഷം ആണ് ഞാൻ തേങ്ങ വീണ്ടും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ ഞാനിതിൽ കുറച്ചധികം ചേർക്കുന്നുണ്ട്. ഇത്ര വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾ ഇത്ര ചേർക്കേണ്ട കാര്യമില്ല. ഇതിപ്പം വീഡിയോ ഒക്കെ എടുക്കുന്നത് കാരണമാണ് ഇത്രയധികം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് പുട്ട് ആവി കയറ്റിയെടുക്കാം. 5-10 മിനിറ്റ് വരെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് മുട്ടപ്പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല മണമുണ്ട്. ഇപ്പോൾ ഇവിടെ മൊത്തം നല്ലൊരു മണമാണ്. നെയ്യുടെയും മുട്ടയുടെയൊക്കെ നല്ല മണമുണ്ട്. ഈ ഒരു പുട്ട് നമ്മൾ ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ യാതൊരു കറിയുടെയും ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. അതുകൊണ്ട് നമുക്ക് നല്ല എരിവും ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു പുട്ടാണിത്. അങ്ങനെ രണ്ടാമത്തെ പുട്ടും ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ ഇത്ര പച്ചമുളക് ചേർക്കേണ്ട ആവശ്യമില്ല. പച്ചമുളകിന് പകരം വേണമെങ്കിൽ വറ്റൽമുളക് ക്രഷ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് ചേർത്ത് കൊടുക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാകും. അധികം എരിവും ഉണ്ടാവില്ല. എന്നാലും പച്ചമുളക് ചേർക്കുമ്പോഴായിരിക്കും കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പുട്ടാണിത്. ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മുട്ട ചേർക്കേണ്ടെന്നാണെങ്കിൽ സാധാരണ നമ്മളെങ്ങനെയാണോ പുട്ട് തയ്യാറാക്കുന്നത് അതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള ഗോതമ്പ് പുട്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. മുട്ട ചേർത്ത് ചെയ്യുകയാണെങ്കിൽ കറിയുടെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റുമാണ്. കണ്ടല്ലോ, ഈ ഒരു പുട്ട് ദിവസം മുഴുവനും സോഫ്റ്റായിട്ടിരിക്കും. നമ്മളിതുപോലെ പൊടി വറുത്ത് മിക്സിയിൽ ക്രഷ് ചെയ്ത് നെയ്യൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നത് കാരണം നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടാണ്. ദിവസം മുഴുവനും പുട്ട് സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും. കുഞ്ഞു മക്കൾക്ക് പോലും നമുക്കിതിങ്ങനെ നുള്ളി വായിൽ വെച്ച് കൊടുക്കാൻ പറ്റും. അത്രയ്ക്കും സോഫ്റ്റാണ്. ഇനി രാവിലെ ഉണ്ടാക്കിയ പുട്ട് ബാക്കിയായിട്ട് വൈകുന്നേരമൊക്കെ കഴിക്കുകയാണെങ്കിൽ കൂടി നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവും പുട്ട്. എന്നാലൊന്ന് ചൂട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റീം കയറ്റി എടുത്താൽ മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്കായിട്ട് കമൻസിലൂടെ അറിയിക്കാനും ആരും മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിട്ടോളൂ. അങ്ങനെയാകുമ്പം ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.